24 ഇലക്ഷൻ ബ്രേക്കിംഗ് CPIM BJP ഡീൽ ആരോപണത്തിൽ ഉറച്ചുനിൽക്കുന്നുവെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അവിശുദ്ധ രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ വിജയിക്കില്ല, BJPയുമായുള്ള ധാരണ സാധാരണ പാർട്ടി പ്രവർത്തകർ അംഗീകരിക്കില്ലെന്നും 24ന്റെ KC വിത്ത് SKNൽ KC വേണുഗോപാൽ പറഞ്ഞു. ഈ കേരളത്തിൽ ഇപ്പം CPIMും BJPയും തമ്മിൽ ഒരു ശക്തമായ ഡീല് നടക്കുന്നു, ചില മണ്ഡലങ്ങളിൽ അത് പ്രകടമാണ് എന്നൊക്കെ പറയുന്നു. ഇപ്പോഴും KC അതിൽ ഉറച്ചു നിൽക്കുകയാണോ? അല്ലാതെ തീർച്ചയായിട്ടും BJPയെ സംബന്ധിച്ചിടത്തോളം BJP കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടുള്ള ഏത് അണ്ടർസ്റ്റാൻഡിങ്ങിനെയും താഴെത്തട്ടിലുള്ള പ്രവർത്തകൻ അത് നേരായ മാർഗത്തിൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കേരളത്തിൻ്റെ പശ്ചാത്തലം വെച്ച് അവർ കേരളത്തിന് പുറത്തുള്ള പശ്ചാത്തലം പോലെയായിരിക്കും. കാരണം അങ്ങനെയാണല്ലോ അവർ പറഞ്ഞുകൊണ്ട് കിടന്നത്. അപ്പോൾ ഇതൊന്നും ഈ പറയുന്ന ഡീലൊന്നും ചിലവാകാൻ പോകുന്നില്ല. ഈ രാഷ്ട്രീയത്തിൽ അവിശുദ്ധമായിട്ടുള്ള ഏത് ഡീല് നടത്തിയാലും അതൊന്നും സക്സസ്ഫുള്ളാണ്. തിളക്കമാർന്ന വിജയത്തോടെ UDF അധികാരത്തിലെത്തിയില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രസ്താവന വൈകാരികമെന്ന് KC വേണുഗോപാൽ 24നോട്. UDFന് 100 സീറ്റിന് മുകളിൽ നേടാനുള്ള രാഷ്ട്രീയ സാഹചര്യമുണ്ട്, ജനം മാറ്റം ആഗ്രഹിക്കുന്നുവെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഞാൻ ഇതുപോലെ ഒരു അഭിമുഖത്തിൽ VD സതീശനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, 100-ലധികം സീറ്റ് കരസ്ഥമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഒരു നല്ല വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയമായ ഒരു വനവാസത്തിന് വേണമെങ്കിലും പോകും എന്ന് അദ്ദേഹം പറഞ്ഞു. ഒന്നുകൂടി ഉറപ്പിച്ച് പറഞ്ഞു, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടി ഉറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ അത് വലിയൊരു ആത്മവിശ്വാസത്തിന്റെ ഭാഗമാണല്ലോ. KCക്കും അത്ര അധികം ഒരു ആത്മവിശ്വാസം ഉണ്ട്. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ഒരു തരംഗം എന്ന് പറഞ്ഞാൽ വനവാസം ഒന്നും പറയണ്ട. ഇല്ല, അത് അദ്ദേഹം ഇമോഷണലായിട്ട് കുറച്ചും കൂടെ ടച്ച് ചെയ്ത് പറഞ്ഞതാണ്. അതിപ്പോൾ അതിനെ വല്ല ആത്മവിശ്വാസത്തോടെ അതെ, അതുകൊണ്ട് അത് നമ്മളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്, സാധാരണഗതിയിലെ വിജയമാണെങ്കിൽ 75-80 സീറ്റുകളൊക്കെ പറയാം. ഒരു വേവ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞാൽ 100 സീറ്റിൻ്റെ അപ്പുറത്തേക്ക് പോകത്തക്കണ്ണുള്ള രാഷ്ട്രീയ സാഹചര്യവും കാലാവസ്ഥയും കേരളത്തിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കണ്ണൂർ പയ്യന്നൂരിൽ CPIM വ്യാജ ആധാർ കാർഡ് നിർമ്മിക്കുന്നുവെന്ന ആരോപണം വ്യക്തമായ സൂചനകളുടെ അടിസ്ഥാനത്തിലെന്ന് KC വേണുഗോപാൽ. ആരോപണം ഉത്തരവാദിത്വത്തോടെയാണ് മുന്നോട്ട് വെച്ചത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിക്കും എന്നാണ് വിശ്വസിക്കുന്നത് എന്നും KC വേണുഗോപാൽ 24നോട് പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പയ്യന്നൂരിലും തളിപ്പറമ്പിലും പോയപ്പോൾ അവിടെ വളരെ റിലയബിൾ ആയിട്ടുള്ള സോഴ്സ്, കഴിഞ്ഞ കാലങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പം നിൽക്കുന്ന എല്ലാവരും ഇപ്പോൾ അവരുടെ കൂടെ ഇല്ല മാനസികമായിട്ട്. അവരിൽ നിന്ന് തന്നെ ചില വിവരങ്ങൾ കിട്ടി, ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടക്കുന്നുണ്ട്. അതായത് വ്യാജ ആധാർ കാർഡ് നിർമ്മിക്കുക, മറ്റൊരു കോൺസ്റ്റിറ്റ്യൂൻസിയിൽ നിന്ന് ആളുകളെ വോട്ടിങ്ങോട്ട് ചെയ്ത് ഡബിൾ എൻട്രി ഉണ്ടാക്കുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വ്യാജ വോട്ട് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നൊരു മുന്നറിയിപ്പായിരുന്നു നമ്മുടെ പ്രവർത്തകർ നമുക്ക് തന്നത്. അവർക്ക് കിട്ടിയത് അവരുടെ റിലയബിൾ സോഴ്സിൽ നിന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരമൊരു കാര്യം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ മിണ്ടാതിരിക്കലല്ലോ. മാത്രമല്ല, സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. മൗലികാവകാശത്തെ പോലും ചോദ്യം ചെയ്യുന്നതാണ് FCRA ഭേദഗതി ബില്ലെന്ന് KC വേണുഗോപാൽ. കേന്ദ്രത്തിന്റെ വിഭജന ഭീഷണി രാഷ്ട്രീയമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ബില്ല് ചുളുവിൽ പാസാക്കാൻ അനുവദിക്കില്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായരുമായുള്ള പ്രത്യേകാഭിമുഖത്തിലാണ് KC വേണുഗോപാലിന്റെ പ്രതികരണങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.